ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങുന്നത്. എന്താണ് പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് എന്ന് പറയുന്നത്. പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസിലെ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? നിങ്ങൾ ഫസ്റ്റ് പോളിനോമിയൽസ് അല്ലേ, പോളിനോമിയൽസ് എന്ന് കേൾക്കുമ്പം എന്തായിരിക്കും ഓർമ്മ വരുന്നത്? നേരത്തെ നമ്മൾ എയും ബിയും സിയും ഡിയും എക്സും വൈയും എല്ലാം യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് കുറേ അധികം പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിപ്പോൾ ഒരു പ്രോബ്ലം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് അറിയില്ലാത്ത ഒരു വാല്യൂവിനെ, ഒരു അൺനോൺ നമ്പറിനെ നമ്മൾ എന്തെന്നാണ് വിളിക്കുന്നത്? എക്സ് എന്നാണ് വിളിക്കുക അല്ലേ. പിന്നെ കൂടെ ഒരു നമ്പറും കൂടി ഉണ്ടെങ്കിലോ വൈ എന്നായിരിക്കും വിളിക്കുന്നത്. അപ്പോൾ കുറേ അധികം വേരിയബിൾസ് നമ്മൾ യൂസ് ചെയ്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ആൽഫബറ്റിക് നമ്പേഴ്സ് അല്ലെങ്കിൽ ആൽഫബറ്റിക് ലെറ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ മാത്സിൽ നമുക്ക് അറിയില്ലാത്ത വാല്യൂസിനെ, അൺനോൺ വാല്യൂസിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ആൽഫബറ്റിക് ലെറ്റേഴ്സ് നമ്മുടെ മാത്സിലേക്ക് വരുമ്പം അതിന് വിളിക്കുന്ന പേരാണ് എന്ത്? വേരിയബിൾസ് എന്ന് അല്ലേ. അപ്പോൾ ആ വേരിയബിൾസ് ആണ് നമ്മുടെ പോളിനോമിയൽസിൽ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിൻ ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോളിനോമിയൽസിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് എ പോളിനോമിയൽ? പോളിനോമിയൽ എന്താണെന്ന് നിങ്ങൾക്കറിയോ? പോളിനോമിയൽ എന്താണ്? കുറേ അധികം ടേംസ് വരുന്നതാണ് അല്ലേ. അപ്പോൾ വൺ ടേം, ഇറ്റ് ഹാസ് ഓൺലി വൺ ടേം വരുന്നത് എന്താ? മോണോമിയൽ ആണ് അല്ലേ. 2 ടേം വരുന്നതോ ബൈനോമിയൽ ആയിരിക്കും. 3 ടേം വരുന്നതോ ട്രൈനോമിയൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 3 or more ടേംസ് വരിക, കുറേ അധികം മൾട്ടി ടേംസ് വരുന്ന ഒരു എന്താണ് കൺസെപ്റ്റ് ആണ് എന്ത്? പോളിനോമിയൽസിൽ വരിക. അതായത് മൾട്ടി ടേംസ് ഉണ്ടായിരിക്കും, കുറേ അധികം ടേംസ് ഉണ്ടായിരിക്കും പോളിനോമിയൽസിൽ. അപ്പോൾ ഇത്ര ടേം മാത്രമേ വരാൻ പറ്റുള്ളൂ എന്നതിന് അങ്ങനെയൊന്നും തന്നിട്ടില്ല. അവർക്ക് അങ്ങനെ ഒരു കമ്പൽസറി ഫാക്ടർ ഒന്നും ഇല്ല. എന്താണ്? കുറേ അധികം ടേംസ് ഉണ്ടാകും. 3 or more ടേംസ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പോളിനോമിയൽസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ പോളിനോമിയൽസിൽ എക്സിൽ ഡിഫൈൻ ചെയ്യാം പി ഓഫ് എക്സ് അല്ലേ, പോളിനോമിയൽ ഓഫ് എക്സ്. വൈയിൽ ഡിഫൈൻ ചെയ്യാം പോളിനോമിയൽ ഓഫ് വൈ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ്? പോളിനോമിയൽ ഓഫ് എക്സ്, പി ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാം. എന്നിട്ട് നമുക്ക് എന്താണ്? ഒരു ടേം നമുക്ക് ഉണ്ടായിരിക്കും, കുറേ അധികം ടേംസ് ഉണ്ടായിരിക്കും അല്ലേ. ഒരു ഇക്വേഷൻ ഉണ്ടായിരിക്കും നമുക്ക് അല്ലേ. അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷന്റെ ഫോം എങ്ങനെയായിരിക്കും? എന്തായിരിക്കും? എ നോട്ട് പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് an(x⁻n). അപ്പോൾ അത് ഇങ്ങനെ ഒരു ഫോമിലായിരിക്കും നമ്മുടെ പോളിനോമിയൽ ഓഫ് എക്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ തരിക. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് an(x⁻n) എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോളിനോമിയൽസിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത്, മെയിൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ a0 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് ടേം അതിലുണ്ടായിരിക്കും അല്ലേ. a0 എന്ന് പറയുന്ന വേരിയബിൾസ് ഒന്നുമില്ലാത്ത ഒരു കോൺസ്റ്റന്റ് ടേം അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കും. പിന്നെയോ a1x, അതായത് ഒരു നമ്പറിന്റെ കൂടെ എക്സ് ഉണ്ടാവും അല്ലെ. ഏതെങ്കിലും ഒരു നമ്പറിന്റെ കൂടെ എക്സ് ആയിരിക്കും അതിന്റെ, അല്ലെങ്കിൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് ഒരു നമ്പർ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ 3x 2x ആ ഒരു ടൈപ്പിൽ വരും. നെക്സ്റ്റ് എന്താണ്? a2x², അതായത് x² ഒരു കോഎഫിഷ്യന്റ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു നമ്പർ, ഒരു ഹോൾ നമ്പറിന്റെ കൂടെ x² ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു കോൺസ്റ്റന്റ് ടേം എന്തായാലും ഉണ്ടാവും, എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ഒരു ടേം ഉണ്ടാവും, x² കോഎഫിഷ്യന്റ് ആയിട്ട് വരുന്ന ഒരു ടേം ഉണ്ടാവും. നെക്സ്റ്റ് എന്താണ്? x3 കോഎഫിഷ്യന്റ് ആയിട്ടും ഒരു നമ്പർ ഉണ്ടാവും. ഇനിയിപ്പോൾ ഒന്നും ഇല്ല എന്ന് തന്നെയാണെങ്കിൽ അവിടുത്തെ കോഎഫിഷ്യന്റ് എന്തായിരിക്കും? 1 ആയിരിക്കും. എക്സെട്ര പ്ലസ് an(x⁻n). അതായത് എന്നിന് ഏത് വാല്യൂ കൊടുത്താലും an(x⁻n), ആ x⁻n കോഎഫിഷ്യന്റ് ആയിരിക്കും ആ an എന്ന് പറയുന്നത്. ഓക്കെ, ആ n-ന് 1 കൊടുത്താൽ a1(x⁻1) ആയിരിക്കും. ദാറ്റ് ഈസ് എന്തായിരിക്കും? a1x വന്നു. പിന്നെ എക്സിന് n-ന് 2 കൊടുത്തപ്പോഴോ a2x² ആണ്, x² കോഎഫിഷ്യന്റ് വന്നില്ലേ. ഇനി n-ന് 3 കൊടുത്താലോ a3(x⁻3) എന്ന് വന്നു അല്ലേ. അപ്പോൾ അത് അങ്ങനെയാണ് വരിക. അപ്പോൾ a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് an(x⁻n) അതാണ് എന്ത്? നമ്മുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പി ഓഫ് എക്സിൽ എക്സ് എന്ന് പറയുന്ന ഇവിടെ എന്താണ്? വേരിയബിൾ ആണ്. എക്സ് എന്ന് പറയുന്ന ഇവിടെ എന്താണ്? വേരിയബിൾ ആണ്. ഇത് കോൺസ്റ്റന്റ് ടൈം ആയിരിക്കും. a0 എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ a0 എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു കോൺസ്റ്റന്റ് ടേം ആയിരിക്കും. a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് an(x⁻n). അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ടൈം ആയിരിക്കും
പിന്നെ എന്താണ്, ഇതൊക്കെ ഓരോ ടേംസ് ആണ്. എക്സിന്റെ കൂടെയുള്ള എല്ലാം ഓരോ ടേംസ് ആണ്. എ നോട്ട് എന്ന് പറയുന്നൊരു കോൺസ്റ്റന്റ് ടൈമാണ്. അപ്പോൾ ഇതിൽ കുറേ അധികം ടേംസ് വന്നില്ലേ. ഓക്കെ, അപ്പോൾ നമ്മുടെ പോളിനോമിയൽസിന്റെ ഇക്വേഷൻ വെച്ചിട്ട് മൾട്ടി ടേംസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. സോ എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എൻ എക്സ് റേസ് ടു എൻ. അപ്പോൾ ഇത്രയധികം ടേംസ് എന്തായാലും പോളിനോമിയൽസിൽ ഉണ്ടാവും അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ, ഇപ്പോൾ 2x² മൈനസ് 3x പ്ലസ് 0 അല്ലെങ്കിൽ പ്ലസ് 1, അല്ലെങ്കിൽ നമുക്ക് എന്താണ് പവേഴ്സ് നമുക്ക് ഇങ്ങനെ ഓർഡറിൽ വരണമെന്നില്ല, നമുക്ക് ടേംസ് ഉണ്ടാവണം. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ വരുന്നതാണ് ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ എക്സ് റേസ് ടു എൻ. ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമാണ് പി ഓഫ് എക്സിൻ്റെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോളിനോമിയൽ എന്ന് പറയുന്നൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, അതായത് വേരിയബിൾസ്, കോഎഫിഷ്യൻസ്, ടേംസ്, ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനാണ് ആരെന്ന് പറയുന്നത്, പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ ഒരു പോളിനോമിയൽസിലെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ എഴുതുന്നത്, 2x² മൈനസ് 5x പ്ലസ് 1. ഇതൊരു പോളിനോമിയൽ എക്സാമ്പിൾ അല്ലേ. പിന്നെ എന്താണ് 4x റേസ് ടു 3 പ്ലസ് 2x² മൈനസ് 4. ഇതൊരു പോളിനോമിയൽ അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതിയാലും അതെന്താണ്, ഇതൊരു പോളിനോമിയൽസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഇനി പോളിനോമിയൽ കണ്ടു കഴിഞ്ഞാൽ ഇനി മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, ഇനി ഈ പോളിനോമിയൽസിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്. പോളിനോമിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ പോസിബിൾ ആണ്, അഡീഷൻ പോസിബിൾ ആണ്, സബ്ട്രാക്ഷൻ പോസിബിൾ ആണ്, ഡിവിഷൻ പോസിബിൾ ആണ്. അപ്പോൾ ഡിവിഷൻ അല്ല, അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും നമുക്ക് ഈ പോളിനോമിയൽസിൽ എന്താണ് പോസിബിൾ ആണ്. അപ്പം നമുക്ക് ഇവിടെ മെയിനായിട്ടും പഠിക്കുന്ന എന്താണ്, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പം മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് കുറേ അധികം ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ എന്താണ്, നമുക്ക് ടേംസ് പറഞ്ഞു, വേരിയബിൾസ് പറഞ്ഞു, കോൺസ്റ്റന്റ് ടേംസ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ആരെന്ന് പറഞ്ഞാൽ പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഇനി ഈ പോളിനോമിയൽസിനെ കുറച്ചധികം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ അതും ഇതിലൊരു മെയിൻ കൺസെപ്റ്റ് ആണ്. x is equal to minus b plus or minus root of b square minus 4ac divided by 2a. ഇത് നമുക്ക് പോളിനോമിയൽസിന്റെ ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. x is equal to, ഇതിന് x-ന് 2 വാല്യൂ ആണ് അസ്യൂം ചെയ്യുന്നത്. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a എന്ന് പറഞ്ഞത് 2 വാല്യൂസ് ആണ് ഇവിടെ എക്സിന് അസൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു പോളിനോമിയൽ കൺസിഡർ ചെയ്യുവാണെങ്കിൽ തന്നെ അതിൽ എയും ബിയും സിയും എന്ന് പറയുന്ന അവയുടെ കോഎഫിഷ്യൻസ് ആണ്. എക്സിൻ്റെയും എക്സ് സ്ക്വയറിൻ്റെയും ഒക്കെ കോഎഫിഷ്യൻസ് ആണ്. കോൺസ്റ്റന്റ് ടേം ആണ് നമ്മുടെ സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സിന്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് എക്സ് പ്ലസ് വൈ. അതായത് ഒരു 4 നമ്പേഴ്സ് നമ്മൾ എടുക്കുവാണെങ്കിൽ പെയർ ഓഫ് 2 നമ്പേഴ്സ് അല്ലെ, പെയർ. ഇപ്പം നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി, ഇങ്ങനെ ഫോർമാറ്റിൽ തരുന്ന ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാൻ നമുക്ക് ഇവിടെ യൂസ് വരുന്നുണ്ട്. ഓക്കെ, അതിന് നമുക്ക് സോൾവ് ചെയ്ത് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കണം, അല്ലെങ്കിൽ അതിനെ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഷനാണ് ഇവിടെ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്ന് പറയുന്നത് എന്താണ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമ്മൾ കണ്ടു, അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഏത് ഡിഗ്രിയിലാണ് പോസിബിൾ ആവുന്നത്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലാണ് അത് എന്ത് ചെയ്യുന്നത്, പോസിബിൾ ആവുന്നത്. ദാറ്റ് ഈസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഫോമിൽ വരുന്ന എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു 0 വേർ എന്താണ് എ നോട്ട് ഈക്വൽ ടു 0, ബി നോട്ട് ഈക്വൽ ടു 0 അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്ന കണ്ടീഷനിൽ, അതായത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസിലാണ് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യുന്നത്, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് വി 4ac ഡിവൈഡ് ബൈ 2a എന്ന് പറയുന്ന ഇക്വേഷൻ പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി നമ്മൾ എങ്ങനെ ചെയ്യാൻ പറ്റും, നിങ്ങൾ നോക്കിക്കേ. എക്സും യുവും മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് എക്സും വിയും മൾട്ടിപ്ലൈ ചെയ്യുക,
ദെൻ വൈയും യുവും മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ വൈയും വിയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി, ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏത് പ്രോബ്ലം തന്നാലും എക്സിനും വൈക്കും യുക്കും വിക്കും ഏതൊക്കെ നമ്പേഴ്സ് കൊടുത്താലും അതെങ്ങനെയാണ് ഈ രീതിയിലാണ് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം എങ്ങനെയാണിത് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ബുക്കും പെന്നും, നമ്മുടെ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളൊരു ബുക്കും പെന്നും ഒക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യണം. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പോൾ എന്താ ചെയ്യേണ്ടേ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. ഫസ്റ്റ് 43 ഇൻറ്റു 47 ചെയ്യാം. നമുക്ക് 43 ഇൻറ്റു 47 വിച്ച് ഇസ് ഈക്വൽ ടു, ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, 40 പ്ലസ് 3 ഇൻറ്റു 40 പ്ലസ് 7 അല്ലേ, ഇങ്ങനെ എഴുതാൻ പറ്റും. എന്നിട്ട് എന്താണ്, 40നെ 40 വെച്ചും 40നെ 7 വെച്ചും പിന്നെ 40നെ 3 വെച്ചും 3നെ 7 വെച്ചും. അപ്പോൾ 40 ഇൻറ്റു 40 പ്ലസ് 40 ഇൻറ്റു 7 പ്ലസ് 3 ഇൻറ്റു 40 പ്ലസ് 3 ഇൻറ്റു 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 4 എത്രയാ. നമുക്ക് ഇങ്ങനത്തെ വലിയ നമ്പേഴ്സ് വന്നു കഴിയുമ്പോൾ 0 ഉള്ള നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഈ രണ്ട് നമ്പറും കൂടെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക. 16 വന്നല്ലോ, എന്നിട്ട് എത്ര 0 ഉണ്ട് നോക്കുക, 1 2. അപ്പോൾ ആ 2 0 എടുത്ത് എഴുതുക. കണ്ടോ, അപ്പോൾ നമുക്ക് ഒത്തിരി നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണ്ട. 40 ഇൻറ്റു 40 ആകുമ്പോൾ 4 ഇൻറ്റു 4 16 ആണ്, 00 കൊടുക്കുക. ഇനി 30 ഇൻറ്റു 30 ആണെങ്കിൽ 3 ഇൻറ്റു 3 9 കൊടുക്കുക, 00 കൊടുക്കുക. 50 ഇൻറ്റു 50 ആണെങ്കിൽ 5 ഇൻറ്റു 5 25 കൊടുക്കുക, 00 കൊടുക്കുക. ഇപ്പോൾ 30 ഇൻറ്റു 40 ആണെങ്കിലോ 3 ഇൻറ്റു 4 എത്രയാണെന്ന് കൊടുക്കുക, 12 എന്ന് കൊടുക്കുക, 00 എന്ന് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ 2 ഡിജിറ്റും 2 ഡിജിറ്റും കൂടി ഉണ്ട്. ഇവിടെ രണ്ട് സ്ഥലത്തും 0 ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഡിജിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അത് ശ്രദ്ധിക്കണേ. ഇവിടെ നോക്കിക്കേ, 4 ഇൻറ്റു 7 ചെയ്താൽ മതി. 4 ഇൻറ്റു 7 ഇസ് 28 അല്ലേ, എത്ര 0 ഉണ്ട്, 1 0. പ്ലസ് ഇവിടെ നോക്കിക്കേ, 3 ഇൻറ്റു 4 എത്രയാ, 12 അല്ലേ, എത്ര 0 ഉണ്ട്, 1 0. പ്ലസ് 3 ഇൻറ്റു 7 21. ഇനി നമുക്കിതെല്ലാം ആഡ് ചെയ്യണ്ടേ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, 1600 പ്ലസ് 280 പ്ലസ് ഇവിടെ ഇത് ചെയ്യുമ്പോൾ എന്ത് വരും, 141 എന്ന് വരില്ലേ. അപ്പോൾ 141 എന്ന് വന്നു. ഇനി നോക്കിക്കേ, ഇതിനെ ഇത് ചെയ്യുമ്പോൾ എന്ത് വന്നു, 1880 എന്ന് വന്നു, പ്ലസ് 141 എന്ന് വന്നു അല്ലേ. അപ്പോൾ എന്താ ചെയ്യണ്ടേ, 1880 പ്ലസ് 141. 8 പ്ലസ് 4 is 12. 2021 that is equal to 2021. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന്. ഇവിടെ നോക്കിക്കേ, 43 ഇൻറ്റു 47 ഇങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമിൽ ചോദിക്കുക. 43 ഇൻറ്റു 47 ചോദിക്കും, 56 ഇൻറ്റു 77 ചോദിക്കും. അങ്ങനെ ഏത് രണ്ട് നമ്പേഴ്സിന് ഇങ്ങനെ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഫൈൻഡ് ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, 43 ഇൻറ്റു 47 ചെയ്യുവാണെങ്കിൽ 43നെ 40 പ്ലസ് 3 എന്ന് കൊടുക്കുക, 47നെ 40 പ്ലസ് 7 എന്നും കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനെ ഇങ്ങനെ രീതിയിൽ അറേഞ്ച് ചെയ്യുമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അതായത് ഏത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 43 കിട്ടുമെന്ന് നോക്കും. അങ്ങനെ ചെയ്യണ്ട, 40 പ്ലസ് 3 ആണ് 43, 40 പ്ലസ് 7 ആണ് 47, അങ്ങനെ ഡയറക്റ്റ് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഇവിടെ നമ്മൾ പഠിച്ചതല്ലേ, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി എന്തായിരുന്നു, എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു ഫോർമുലയാണ്, പഠിക്കേണ്ട ഒരു ഫോർമുലയാണ്. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടത്. അതായത് ഈ രണ്ട് നമ്പേഴ്സിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഇക്വേഷൻ ഫോർമുലാസ് നമ്മൾ പഠിച്ചിട്ടില്ല. സോ ഇതിനെ ഏത് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യണം, ഈ രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എഴുതിയതാണ് ഈ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക. ഇവിടുത്തെ എക്സ്പാൻഷൻ കണ്ടോ, അതുപോലെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ നമ്മുടെ നോർമൽ മൾട്ടിപ്ലിക്കേഷനും അഡീഷനും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ
ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഒരു പ്രോബ്ലം തന്നാൽ നമുക്ക് ചെയ്യേണ്ടത്. നമുക്ക് മറ്റൊരു പ്രോബ്ലം കൂടി നോക്കിയാലോ? ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ, ഡൗട്ട് ഒന്നും നോക്കണ്ട. ഇതുപോലൊരു കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, പെട്ടെന്ന് തന്നെ കിട്ടും. നെക്സ്റ്റ് 63 into 67. 63 into 66 ചെയ്യാനാ. 63 into 66. 63 നമുക്ക് എങ്ങനെ എഴുതാം? 60 plus 3 എന്ന് എഴുതാം അല്ലേ? ഓക്കെ, ഇനി 66നെ എങ്ങനെ എഴുതാം? 60 plus 6 എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഫോമിൽ വന്നല്ലോ. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് യു പ്ലസ് എക്സ് വി പ്ലസ് വൈ യു പ്ലസ് വൈ വി. അങ്ങനെ നമുക്കൊന്ന് എഴുതിയാലോ. വിച്ച് ഇസ് ഈക്വൽ ടു 16 ഇൻറ്റു 60 പ്ലസ് ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത്. 60 ഇൻറ്റു 60 പ്ലസ് 60 ഇൻറ്റു 6 പ്ലസ് നെക്സ്റ്റ് ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത്. അങ്ങനെ വരച്ചെഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവത്തില്ല. പിന്നെ 3 ഇൻറ്റു 60 പ്ലസ് 3 ഇൻറ്റു 6 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മുടെ സെയിം നമുക്ക് മെത്തേഡ് അപ്ലൈ ചെയ്താലോ. 6 ഇൻറ്റു 6 36. എത്ര സീറോ ഉണ്ട്? 00 പ്ലസ് 6 ഇൻറ്റു 6 എത്രയാ? 36. എത്ര സീറോ ഉണ്ട്? 10 പ്ലസ് 3 ഇൻറ്റു 6 എത്രയാ? 18. എത്ര സീറോ ഉണ്ട്? 10 പ്ലസ് 3 ഇൻറ്റു 6 എത്രയാ? 18 അല്ലേ? അപ്പൊ ഇത് നോക്കിക്കേ, 3000. ഇവിടെ 3യും 6ഉം ആണെങ്കിലോ 960 എന്ന് വരും അല്ലേ? പ്ലസ് 180 പ്ലസ് 80 അതെന്ത് വരും? 198 എന്ന് വരും. അപ്പൊ നമുക്കിനി ഇത് ആഡ് ചെയ്യാലോ. 3960 plus 198 all divided by 8. All divided by L equal to 6 plus 9 is 15. 1 plus 9 is 10. 10 plus 1 is 11. 1 carry over 1. 3 plus 1 is 4. So the answer is 4158. ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മളിത് എങ്ങനെ ചെയ്തതെന്ന്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലംസിന്റെ സെയിം ആയിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. സെയിം മെത്തേഡ്. എന്ത് ചെയ്യുക? 63 ഇൻറ്റു 66 ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. നമ്മുടെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്ത് എഴുതുക. സിമ്പിൾ അല്ലേ? അപ്പം നിങ്ങൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് കുറേ അധികം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക, കുറേ അധികം. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് തന്നെ കൈ നിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. 63 ഇൻറ്റു 66, 43 ഇൻറ്റു 44, 25 ഇൻറ്റു 27, അതുപോലെ എന്താണ് 64 ഇൻറ്റു 69. അങ്ങനെ നിങ്ങൾ തന്നെ ചൂസ് ചെയ്ത് കുറച്ച് ലെറ്റേഴ്സ്, കുറച്ച് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ ഈ ഫോമിലേക്ക് ആക്കിയതിന് ശേഷം നിങ്ങൾ അതിനെ എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ സിമ്പിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇത് സിമ്പിൾ അല്ലേ? അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറേ അധികം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കണ്ടേ. അപ്പം നിങ്ങളിത് മാക്സിമം നിങ്ങളിത് വർക്കൗട്ട് ചെയ്യാൻ ട്രൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഈ പ്രോബ്ലം ചെയ്യണോ? ഒരെണ്ണം കൂടി ചെയ്താലോ എന്നാ? 51 ഇൻറ്റു 52 ചെയ്ത് നോക്കാം എന്നാ. 51 ഇൻറ്റു 52 ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 50 പ്ലസ് 1 ഇൻറ്റു 50 പ്ലസ് 2 എന്ന് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ എക്സ് പ്ലസ് വൈ ഇൻറ്റു യു പ്ലസ് വി ഫോമിലേക്ക് ആയല്ലോ. അപ്പം എന്ത് വന്നു? ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത്, ഇത് ഇൻറ്റു ഇത് പ്ലസ് ഇത് ഇൻറ്റു ഇത്. അപ്പോൾ 50 ഇൻറ്റു 50 പ്ലസ് 50 ഇൻറ്റു 2 പ്ലസ് 1 ഇൻറ്റു 50 പ്ലസ് 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 5 25. 0 0 എഴുതി. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഇത് രണ്ടും ഇങ്ങനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കണ്ടേ, കറക്റ്റ് ചെയ്താൽ മതി. 5 ഇൻറ്റു 2 എത്രയാ? 10 അല്ലേ? എത്ര സീറോ ഉണ്ട്? 10 പ്ലസ് 5 ഇൻറ്റു 1 5. എത്ര സീറോ ഉണ്ട്? 10 പ്ലസ് 1 ഇൻറ്റു 2 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2500 പ്ലസ് 100 എന്ന് പറഞ്ഞാൽ 2600 അല്ലേ? പ്ലസ് 50 പ്ലസ് 2 52. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് എഴുതത്തില്ലേ? 2652. ഇവിടെ വേറെ കാൽക്കുലേഷൻ എന്തെങ്കിലും വന്നോ?
അതാ പറഞ്ഞേ, നമുക്ക് ഒരു കാൽക്കുലേഷൻ തന്നെ വരാതെ ഏറ്റവും സിംപ്ലസ്റ്റ് വേയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് സിംപ്ലസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് സ്റ്റെപ്പ് മാത്രം ആഡ് ചെയ്യേണ്ടി വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പോളിനോമിയൽസിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലാണ് ഇത്രയും ക്വസ്റ്റ്യൻസ് വരിക. ഇനിയും അധികം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം വർക്കൗട്ട് ചെയ്യുക. പിന്നെ x+3 × x+7 അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, x+3 × x+7 ഇത് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ ചെയ്യാം. x × x പ്ലസ് x × 7 ഇത് ഇൻറ്റു ഇത്, ഇത് ഇൻറ്റു ഇത്. അപ്പോൾ x × x പ്ലസ് x × 7 പ്ലസ് 3 × x plus 3 × 7 that is equal to x² plus 7x plus 3x plus 21 which is equal to x² plus 7 plus 3 10 ആണ്. ഇങ്ങനെ ചെയ്താൽ മതി, 10x plus 21. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് നമുക്ക് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്നും കൂടി നോക്കിക്കേ, x+3 × x+7 ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത സെയിം മെത്തേഡാണ്. x × x പ്ലസ് x × 7 3 × x പ്ലസ് 3 × 7 അതെല്ലാവർക്കും കിട്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ x × x എന്താണ്, x². ഇവിടെ 7 × x എന്താണ്, 7x. 3 × x എന്താണ്, 3x പ്ലസ് 21. 7 × 3 21. പിന്നെ നോക്കിക്കേ, x² അതേപോലെ തന്നെ നമ്മൾ എടുത്തെഴുതി. ഇനി 7x പ്ലസ് 3x, അതായത് നമ്മുടെ കയ്യിൽ 7 മിഠായി ഉണ്ട്. ഇപ്പം എൻ്റെ കയ്യിൽ 7 മിഠായി ഉണ്ട്, നിങ്ങളുടെ കയ്യിൽ 3 മിഠായി ഉണ്ട്. 7 + 3 എത്രയാ, 10 ആണ്. അതിൻ്റെ കൂടെ എക്സ് കൂടി ചേർന്നു എന്നല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് x² എഴുതാൻ പറ്റുമോ? ഇല്ല കേട്ടോ. നമുക്ക് ആഡ് ചെയ്യുമ്പം എക്സ് തന്നെ എഴുതാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ 7 × 3 21 എന്ന് കൊടുക്കുക, x × x എന്തെന്ന് കൊടുക്കുക, x² എന്ന് കൊടുക്കുക. ഇവിടെ 7x പ്ലസ് 3x എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 7ൻ്റെയും 3യുടെയും കൂടെയുള്ള ഒരാളാണ്. അപ്പം നമുക്ക് അവയെ ഒന്നിച്ച് എഴുതാനേ പറ്റുള്ളൂ. അപ്പോൾ 7x പ്ലസ് 3x എന്ന് പറഞ്ഞാൽ 10x ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ എന്തായിട്ട് വന്നു, x² പ്ലസ് 10x പ്ലസ് 21 എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെയൊക്കെ കുറേ അധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ മാക്സിമം വർക്കൗട്ട് ചെയ്ത് തന്നെ പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. x+5 × x+2 നോക്കിക്കേ, ഇവിടെ എന്താണ്, x × x പ്ലസ് x × 2 അല്ലേ. x × x പ്ലസ് x × 2. ഇനി 5 × x പ്ലസ് 5 × 2 പ്ലസ് 5 × x പ്ലസ് 5 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ ചെയ്ത പോലെ x × x എന്താണ്, x² പ്ലസ് x × 2 എന്താണ്, 2x പ്ലസ് 5 × x എന്താണ്, 5x പ്ലസ് 5 × 2 എന്താണ്, 10 വിച്ച് ഈസ് ഈക്വൽ ടു x² പ്ലസ് 2 പ്ലസ് 5 എത്രയാ, 7. x ഇവരുടെ കൂടെ ഉള്ളതായതുകൊണ്ട് 7x എന്ന് കൊടുത്തു പ്ലസ് 10. അപ്പോൾ x² പ്ലസ് 7x പ്ലസ് 10 എന്ന് കിട്ടി. നെക്സ്റ്റ് ഇനി എന്താണ്, x+3 × x പ്ലസ് 4 ചെയ്താലോ. നോക്കിക്കേ, x × x പ്ലസ് x × 4 3 × x പ്ലസ് 3 × 4. അപ്പോൾ എങ്ങനെ വന്നു, x × x പ്ലസ് x × 4 പ്ലസ് 3 × x പ്ലസ് 3 × 4 വിച്ച് ഈസ് ഈക്വൽ ടു x × x എന്ന് പറയുന്നത് x² പ്ലസ് x × 4 എന്ന് പറയുന്നത് 4x പ്ലസ് 3 × x എന്ന് പറയുന്നത് 3x പ്ലസ് 3 × 4 എന്ന് പറയുന്നത് 12. ദാറ്റ് ഈസ് ഈക്വൽ ടു x² പ്ലസ് 4x പ്ലസ് 3x എന്താണ്, 7x പ്ലസ് 12. കണ്ടോ. ഇനി നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് x+2 × x+3 ചെയ്താലോ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, x × x പ്ലസ് x × 3 2 × x പ്ലസ് 2 × 3 അല്ലേ. x × x പ്ലസ് x × 3 നെക്സ്റ്റ് പ്ലസ് 2 × x 2 × x പ്ലസ് 2 × 3 that is equal to x × x is x² plus
3x plus 2x plus 6 that is equal to x square plus 3x plus 2x 5x പ്ലസ് 6. കണ്ടോ, സിമ്പിൾ അല്ലേ? അപ്പൊ ഈ 3 ഇക്വേഷൻസ് നിങ്ങൾ നോക്കിക്കേ. x+5 × x+2 നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡാണ് വരിക. അപ്പൊ നമുക്ക് x² + 7x + 10 കിട്ടി. സെയിം, ഒന്നുമില്ല, ഇവിടെ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, ഇനി x+3 × x+4 ഒന്നുമില്ല, ഇവിടെ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. ഇവിടെ x+2 × x+3 ഇവിടെ. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യുമ്പം 2x + 7x എന്ന് പറയുമ്പോൾ 2 + 5 എത്രയെന്ന് ഓർക്കുക. ഇവിടെ പ്ലസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എക്സ് കൂട്ടി എഴുതുക. ഇവിടെ നമുക്ക് പ്ലസ് അല്ലേ, അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് എക്സിനെ കൊണ്ട് എഴുതുക. ഇവിടെയും പ്ലസ് അല്ലേ, അപ്പൊ 3ഉം 2ഉം ആഡ് ചെയ്തിട്ട് എക്സിനെ കൊണ്ട് എഴുതുക. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടിയല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എക്സ് വെച്ചിട്ട് എക്സ് യൂസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും നമ്പേഴ്സ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷനും നമുക്ക് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറേ അധികം പ്രോബ്ലംസ് പിന്നെ ഒക്കെ ചെയ്തു നോക്കുക. അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഇതുപോലത്തെയൊക്കെ പ്രോബ്ലംസ് നമുക്ക് മറ്റേ ആ x+y × u+v അത് കിട്ടുമ്പോൾ തന്നെ നമുക്ക് എന്താണ് കുറേ അതൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണ് നെക്സ്റ്റ്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യണ്ടേ, കമൻറ്റ് ചെയ്യണം കേട്ടോ, ഡൗട്ട് ഉണ്ടെങ്കിൽ. അതുപോലെ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്കും ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് കുറേ അധികം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ അത് പ്ലാൻ ചെയ്തിട്ട് വേണം എന്ത് ചെയ്യേണ്ടത്, നിങ്ങളത് സോൾവ് ചെയ്യേണ്ടത്. അതായത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇക്വേഷൻ ഇത്രയും സിമ്പിൾസ്റ്റ് വേയിലല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ടഫായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം ഇത്രയും മെത്തേഡ്സ് നിങ്ങൾക്ക് അറിയാം, സിമ്പിളസ്റ്റ് ഇപ്പം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ ടഫായിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യും, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ ടെൻഷൻ കയറി ബാക്കി സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് വരെ നിങ്ങൾ എന്ത് ചെയ്യും, തെറ്റിക്കും. ഓക്കെ, മാക്സിമം നമ്മുടെ പ്രോബ്ലംസ് ഒക്കെ പക്കയായിട്ട് ചെയ്തു പോവുക, ക്ലിയർ ആയിട്ട്. നമുക്കിപ്പോൾ ഓരോ സ്റ്റെപ്പും ചെയ്തോ നിങ്ങൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക കേട്ടോ. അതെല്ലാം ചെയ്തതിന് ശേഷം എന്താണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക, പിന്നെ തൊട്ടടുത്ത സ്റ്റെപ്പിലേക്ക് പോവുക. അങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം മാത്സ് എന്ന് പറയുന്ന ഒരു ടഫായിട്ടുള്ള സബ്ജക്റ്റ് ആണെന്നൊക്കെ ഓർത്തിട്ടാണ് കുട്ടികൾ ഇരിക്കുന്നത്. എല്ലാവരും തന്നെ, കുട്ടികളെന്നല്ല വലിയവരെന്നല്ല, എല്ലാവരും മാത്സിനേക്കും അയ്യോ വേണ്ട അങ്ങനെ ഒരു മൈൻഡിലേക്ക് പോകും അല്ലേ. അപ്പം മാത്സ് എന്ന് പറയുന്നത് എന്താണ്, നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റാണ്. ഇത്രയും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് പിന്നെ നമ്മുടെ ഈ ലോകത്തില്ല എന്ന് തന്നെ പറയാം. നമ്മുടെ സ്ഫടികത്തിൽ തിലകൻ പറയുന്നില്ലേ, ഭൂഗോളത്തിൻ്റെ സ്പന്ദനം തന്നെ മാത്സിലാണെന്ന്. അത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ യൂണിവേഴ്സിൽ എന്താണ്, യൂണിവേഴ്സിൻ്റെ ഒരു വോയിസ് ആണ്, അല്ലെങ്കിൽ യൂണിവേഴ്സിൽ എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്താണ്, മാത്സിലാണ്. മീൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്താലും കടയിൽ പോയി നമ്മൾ സാധനങ്ങൾ വാങ്ങിച്ചാലും അവിടെ നമ്മൾ ക്യാഷിൻ്റെ കാൽക്കുലേഷനാണ് വരുന്നത് അല്ലേ. ബാങ്കിൽ പോയാലും അവിടെ ഫുൾ ഇൻട്രസ്റ്റും കാൽക്കുലേഷനും, നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇതെല്ലാം നമ്മൾ പഠിക്കുന്നില്ലേ. അവിടെയും എന്താണ് വരിക, കാൽക്കുലേഷനാണ് വരിക അല്ലേ. ലൈക്ക് നമ്മൾ എവിടെ പോയാലും നമ്മുടെ എന്താണ് ഇതിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ഡ്രസ്സ് വാങ്ങിക്കാൻ പോയാലും, സാധനങ്ങൾ മേടിക്കാൻ പോയാലും, ഐസ്ക്രീം കഴിക്കാൻ പോയാലും, എവിടെ പോയാലും എന്തുണ്ട്, ഇപ്പം കാൽക്കുലേഷൻ ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും മാത്സ് ടച്ച് ചെയ്തിട്ടില്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ റൂമിൽ നമ്മൾ ഇരിക്കുക, അതിൻ്റെ ഷേപ്പുകൾ നോക്കിക്കേ. സ്ക്വയർ ഉണ്ടാവും, സ്ക്വയർ ഷേപ്പിലുള്ള ഉണ്ടാവും, സർക്കിൾ ഷേപ്പിലുണ്ടാവും, റെക്റ്റാങ്കിൾ ഷേപ്പിലുണ്ടാവും. എല്ലാം തന്നെ എന്താണ്, നമ്മുടെ ഈ ബോർഡ് തന്നെ നോക്കിക്കേ, അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ്. നമ്മുടെ നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്ക് ഇതൊക്കെ എന്താണ്, സ്ക്വയർ റെക്റ്റാങ്കിൾ ഷേപ്പിലൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന പല സിറ്റുവേഷൻസും അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളും എന്താണ്, നമ്മുടെ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അല്ലേ. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ മാത്സ് ഈസിയാണെന്ന് തന്നെ പറയണം കേട്ടോ. നമുക്ക് പാടാണെങ്കിൽ പോലും ഈസിയാണെന്ന് പറയണം. പിന്നെ നമുക്കൊരു സംശയമാണ്, എന്തിനാണ് ഈ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ ഇങ്ങനത്തെയൊക്കെ പഠിക്കണേ, ഇതൊക്കെ നമുക്ക് എവിടെ യൂസ് ചെയ്ത് വരണ്ടേന്ന്. അപ്പോൾ ആണ് നമുക്കിപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ ഇപ്പം എന്താണ്, നിങ്ങളിപ്പോൾ ഒരു ജോലിക്കൊക്കെ കയറിയെങ്കിൽ നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ ഹൈറ്റൊക്കെ അളക്കണമെങ്കിലും, അതുപോലെ ഇപ്പോൾ ഒരു മരത്തിൻ്റെ ഷാഡോ ഇങ്ങനെ നമുക്ക് കിടക്കുക, അപ്പോൾ ആ ഷാഡോ വെച്ചിട്ട് നമുക്ക് ആ മരത്തിൻ്റെ ഹൈറ്റ് നമുക്ക് അളക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യത്തിലാണ് ഈ സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക്
പല സ്ഥലത്ത് നമുക്ക് പല സിറ്റുവേഷൻസിൽ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതായത് നമ്മൾ ചെല്ലുന്ന കഴിയുമ്പം ഇന്ന സ്ഥലത്ത് ഇന്നത് യൂസ് ചെയ്യണം, ഇവിടെ സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും യൂസ് ചെയ്യണം എന്നാരും നമുക്ക് പറഞ്ഞു തരത്തില്ല, അല്ലെങ്കിൽ അപ്പോൾ പല മെത്തേഡ്സ് നമ്മൾ തന്നെ ഫൈൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിപ്പോൾ പല കാര്യങ്ങളിലും ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നത്, അതുപോലെ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, അങ്ങനെ കുറേ അധികം കോംപ്ലക്സ് നമ്പേഴ്സ്, ട്രിഗണോമെട്രി, ഇതൊക്കെ നിങ്ങൾ ഇനി പഠിക്കാനുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സുകളിൽ കേട്ടോ +1 +2 ഇതിൻ്റെ മാത്സ്, നമ്മുടെ ബയോളജി സയൻസും കമ്പ്യൂട്ടർ സയൻസും നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ത്രൂ ഔട്ട് മാത്സ് ഉണ്ട്. അതുപോലെ അത് ഈസിയാണ്, ഈ 10th കുറച്ചുകൂടി ഈസിയാണ് നമ്മുടെ +1 +2 മാത്സ് എന്ന് പറയുന്നത്. പ്രോബ്ലംസ് തന്നെയുള്ളൂ. അതുപോലെ നമുക്ക് എന്താണ് മനസ്സിലാകുന്ന പ്രോബ്ലംസ് ആണ്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കറക്റ്റ് ആൻസർ എഴുതിയ ഫുൾ മാർക്ക് കിട്ടുന്ന വേറെ ഏത് സബ്ജക്റ്റാണ് ഉള്ളത്? ഏത് സബ്ജക്റ്റിലും നമ്മളിപ്പം ലൈക്ക് മലയാളം, ഇംഗ്ലീഷ്, ബയോളജി, ഏതൊക്കെയാണെങ്കിലും നമ്മൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മാത്സിൽ ഒരു പ്രോബ്ലം ചെയ്ത് പക്ക ആൻസർ എഴുതി അണ്ടർലൈൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഫുൾ മാർക്ക് അവിടെ വരും. നമുക്ക് ഷുവറാണ്, നമുക്ക് ആ മാർക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പിക്കാം അല്ലേ? അതാണ് മാത്സിൻ്റെ ഇതിൻ്റെ എല്ലാത്തിനും വെച്ച് നോക്കുമ്പോഴുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മാത്സിനെ അത്ര സില്ലി ആയിട്ട് കാണരുത് കേട്ടോ. ഓക്കെ, അപ്പം എന്താണ്, മാത്സ് ഇഷ്ടമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, അങ്ങനെ ഒരു രീതിയിൽ വേണം നിങ്ങൾ എടുക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടത് എന്തായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു, നമ്പേഴ്സ് യൂസ് ചെയ്തിട്ടും വേരിയബിൾസ് യൂസ് ചെയ്തിട്ടും. ഇനി എന്താണ്, നമുക്ക് ഫാക്ടേഴ്സ് ഫൈൻഡ് ചെയ്യാം അല്ലേ? ഇപ്പം നമ്മൾ എഴുതി നിർത്തിയത് എന്താണ്, ഇനി നോക്കിക്കാൻ നിങ്ങൾ, ഇവിടെ നമ്മൾ എഴുതി നിർത്തിയത് x+3 × x+1. ലാസ്റ്റ് ഇത് ചെയ്തിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ x × x ചെയ്യുക, x × 1 ചെയ്യുക, 3 × x ചെയ്യുക, 3 × 1 ചെയ്യുക അല്ലേ? x × x plus x × 1 plus 3 × x plus 3 × 1 which is equal to x × x x square, x × 1 x plus 3 × x 3x plus 3 that is equal to x square plus, ഇവിടെ ഒരു കോഎഫിഷ്യന്റ് 1 ഉണ്ട് കേട്ടോ, നമ്മളത് 1 എഴുതാത്തതാണ്. അപ്പോൾ 1 + 3 4 ആണ്, 4x + 3. അപ്പോൾ നോക്കിക്കേ, നമുക്ക് എവിടെ വന്നാ നിൽക്കണത്, ഇതൊരു പോളിനോമിയൽ അല്ലേ? ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എന്തൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അതിൻ്റെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇവിടെ സ്ക്വയർ ആട്ടോ, ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇങ്ങനെ വന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ആണ്. ഇവിടുത്തെ ഡിഗ്രി എത്രയാണ്, 2 ആണ്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, x² + 4x + 3 ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോ ഇതിനെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്, x is equal to -b ± √b² - 4ac divided by 2a എന്നല്ലേ? ഇതല്ലേ നമുക്ക് ചെയ്യേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഇത് നിങ്ങൾക്ക് അടുത്ത ഫാക്ടറൈസേഷൻ്റെ ക്ലാസ്സിലാണ് ഇത് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ചെയ്യേണ്ട രണ്ട് ഇത് ഇക്വേഷൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിന് നമുക്ക് x + a × x + b ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ്, x + a × x + b ഫോമിൽ എഴുതി കഴിഞ്ഞാൽ x² + a + b × x + ab അല്ലേ? ആ രീതിയിൽ എഴുതാൻ പറ്റും. സോ നമുക്ക് ഇതിനെ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിക്കേ. ഇപ്പോൾ ഇത് കണ്ടോ, x² + 4x + 3 എന്നല്ലേ കിടക്കണേ? ഇതിന് നമുക്ക് x + a × x + b ഫോമിലേക്ക് ആക്കിയാൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്തേ, x + x അല്ല, x × x plus x × b, x × b plus ഇതെന്താണ്, a × x, a × x പ്ലസ് എന്താണ്, a × b plus a × b that is equal to, ഇത് കളിക്കുകയെ x² + xb അല്ലേ, xb plus ax plus ab. നോക്കിക്കേ, x² plus bx plus ax plus ab that is equal to x² plus, ഇവിടെ x കോമൺ അല്ലേ, എക്സിനെ പുറത്തെടുക്കുക, ഇൻറ്റു b plus a അല്ലേ, അപ്പം നമുക്ക് a plus b കൊടുക്കാം അല്ലേ, a plus b plus ab. നോക്കിക്കേ, x plus a × x plus b നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും അല്ലേ, x² plus x × a plus b plus ab അല്ലേ? ഇനി ഇക്വേഷൻ നോക്കിക്കേ, x² plus 4x plus 3, x² കോഎഫിഷ്യന്റ് ഇവിടെ എത്രയാണ്, 1 ആണ്, ഇവിടെ എത്രയാണ്, 1 ആണ്. നെക്സ്റ്റ് x × a plus b,
എക്സിന്റെ കൂടെ ഇവിടെ എക്സിന്റെ കോഫിഷ്യന്റ് എ പ്ലസ് ബി ആണ്, ഇവിടുത്തെ കോഫിഷ്യന്റോ 4. അപ്പം നമുക്ക് എന്താണ് ഇവിടെ 1 ആണ്, 1 ഈക്വൽ ടു 1 ആണ്, അത് നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല. അപ്പം ഇവിടെ നോക്കിക്കേ എ പ്ലസ് ബി ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടി അല്ലേ. ഇനി ഇവിടെ എ ബി അല്ലേ, എ ബിയുടെ വാല്യൂ നമുക്ക് കറസ്പോണ്ടിങ് നമുക്ക് എത്ര കിട്ടി, എ ബി ഈക്വൽ ടു 3 എന്നും കിട്ടി. അപ്പം എ പ്ലസ് ബി ഈക്വൽ ടു 4 എന്നും എ ബിയുടെ വാല്യൂ നമുക്ക് എന്തെന്നും കിട്ടി, 3 എന്നും കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഇതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് ഇനി കണ്ടുപിടിക്കണം അല്ലേ. എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ് 4ഉം എ ബി എന്ന് പറയുന്നത് 3 അല്ലേ കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യാം, എയുടെയും ബിയുടെയും വാല്യൂസ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എ പ്ലസ് ബി ഈക്വൽ ടു 4, എ ബി ഈക്വൽ ടു 3. അപ്പോൾ നമുക്ക് എന്താണ്, നമുക്ക് ഇതിന്റെ എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് അടുത്ത ഒരു ഫാക്ടറൈസേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, x² + 4x + 3 ആണ് നമുക്ക് ഇങ്ങനെ ഫൈൻഡ് ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ആ വാല്യൂവിനെ നമുക്ക് എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ആ രണ്ട് നമ്പറിന്റെ സം ആയിരിക്കും. അതായത് നോക്കിക്കേ, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഏതോ ഒരു രണ്ട് നമ്പേഴ്സിന്റെ സം ആണ്. അപ്പൊ ഈ 4 എന്ന് പറയുന്നത് ഏതോ ഒരു രണ്ട് നമ്പേഴ്സിന്റെ സം ആണ്. അതാണ് എ പ്ലസ് ബി എന്ന് കൊടുത്തിരിക്കുന്നത്. ഇനി 3 എന്ന് പറയുന്നതോ ഏതോ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. അതാണ് 3 എന്ന് പറയുന്നത് എ ബി എന്ന് കൊടുത്താൽ ഏതോ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ്. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി, ദാറ്റ് ഈസ് എ ബി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് 4ഉം 3ഉം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക ഏത് രണ്ട് നമ്പേഴ്സിന്റെ സം ആയിരിക്കും 4 എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഏത് രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും 3 എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, മൾട്ടിപ്ലിക്കേഷൻ 3 വരണമെങ്കിൽ 1 ഇൻറ്റു 3 ആയിരിക്കണമല്ലോ. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ 1, 3 നമ്മൾ എടുത്താൽ ഇവിടെ 1 + 3 നമുക്ക് എത്ര കിട്ടും, 4 കിട്ടിയല്ലോ. ഇപ്പൊ മനസ്സിലായോ? അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1ഉം ബി ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, 3 എന്ന് കിട്ടി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 1ഉം ബി ഈസ് ഈക്വൽ ടു 3 ആകുമ്പോൾ ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് നമ്പേഴ്സിന്റെ സം ആയിരിക്കണം. സോ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്, 1 + 3 4 കിട്ടിയല്ലോ. ആ 4 എവിടെ വന്നു, ഇവിടെ വന്നു അല്ലേ. അപ്പോൾ 4 കിട്ടി. എക്സിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് നമ്പേഴ്സിന്റെ സം ആണ്, ദാറ്റ് ഈസ് 4. അപ്പോൾ ഇത് കണ്ടോ, ഈ കോൺസ്റ്റന്റ് ടേം എന്ന് പറയുന്നത് ഏതോ രണ്ട് നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ 3 കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് എ ഈസ് ഈക്വൽ ടു 1ഉം ബി ഈസ് ഈക്വൽ ടു 3ഉം കിട്ടിയല്ലോ. അപ്പോൾ ഈ രീതിയിലും ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സും വൈയും ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്, x² + 4x + 3 എന്ന് പറയുന്ന ഒരു ഇക്വേഷന് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും ഇവിടെ. അപ്പോൾ നമുക്ക് എന്താണ്, ഫസ്റ്റ് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് x². അതായത് ഈ നമ്പർ എന്ന് പറയുന്നത് എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിട്ടുള്ള ഏത് നമ്പർ ആണോ ഇവിടെ വന്നിരിക്കുന്നത് അതെന്ന് പറഞ്ഞ് ഏതോ രണ്ട് നമ്പറിന്റെ സം ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, അപ്പോൾ ഏതോ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ വാല്യൂ കിട്ടും എന്ന് ഓർക്കുക. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഏത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് കിട്ടുക, ഏത് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് ഇവിടെയുള്ള കോൺസ്റ്റന്റ് ടേം കിട്ടുക എന്ന് നോക്കുക. അപ്പൊ നമുക്ക് എന്താ പറ്റും, നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഒരു പ്രോബ്ലം നോക്കിയിട്ട് എയും ബിയുടെയും വാല്യൂ ഫൈൻഡ് ചെയ്താലോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x² + 5x + 6 x² + 5x + 6 അല്ലേ, x² + 5x + 6. അപ്പോൾ ഇതിനെങ്ങനെ നമുക്ക് എഴുതേണ്ടത്, നമ്മൾ ആദ്യം എഴുതിയ പോലെ x² + x × a + b + ab അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്
5 ആണ്, ഇവിടെ എന്താണ് 6 ആണ്. അപ്പോൾ 5 കിട്ടണമെങ്കിൽ ഏതോ ഒരു നമ്പറിന്റെ സമ്മാണ്, 6 കിട്ടണമെങ്കിൽ ഏതോ രണ്ട് നമ്പേഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഏത് രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് 5 കിട്ടും? 1ഉം 4ഉം ആഡ് ചെയ്താൽ 5ഉം കിട്ടും, 2ഉം 3ഉം ആഡ് ചെയ്താൽ 5ഉം കിട്ടും. പിന്നെ എന്താണ്, ഇത് ഓപ്പോസിറ്റ് ആയിട്ടുള്ളതുകൊണ്ട് നിങ്ങൾ അതിപ്പോൾ നോക്കണ്ട, നമുക്ക് ഒരു റിപ്പീറ്റഡ് വേണ്ട കേട്ടോ. 1ഉം 4ഉം ആഡ് ചെയ്താൽ 5 കിട്ടും, 4ഉം 1ഉം ആഡ് ചെയ്താൽ 5 കിട്ടും, 2ഉം 3ഉം ആഡ് ചെയ്താൽ 5 കിട്ടും, 3ഉം 2ഉം ആഡ് ചെയ്താലും 5 കിട്ടും. അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട, ഏതെങ്കിലും ഒരു കേസ് നോക്കിയാൽ മതി കേട്ടോ. റിപ്പീറ്റഡ് നമ്പർ ആയതുകൊണ്ട് നമുക്ക് ഒരു കേസ് നോക്കിയാൽ മതി. അപ്പോൾ 5 കിട്ടുന്ന ഈ രണ്ട് പോസിബിലിറ്റീസ് ആണ് കിട്ടുന്നത്. ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് 1 + 4 ചെയ്താൽ 5 കിട്ടും. ഓക്കെ, പക്ഷെ ഇവിടെ 1 × 4 ചെയ്താൽ 6 കിട്ടുമോ? ഇല്ല, 4 കിട്ടത്തുള്ളൂ. അപ്പൊ അതെന്താണ്? ഫോൾസ് ആണ്. അത് ട്രൂ ആണോ? ട്രൂ അല്ല. സോ നമുക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇത് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് തെറ്റാണ്. ഇനി 2ഉം 3 നോക്കിയാലോ. 2 + 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 5 കിട്ടി. 2 × 3 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 6 കിട്ടി. സോ ഇത് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ 5ഉം 6ഉം കിട്ടിയല്ലോ. അപ്പൊ നമ്മുടെ x = 2. സോ x = x അല്ലേ, എയും ബിയും അല്ലേ. a = 2 എന്നും കിട്ടി, b = 3 എന്നും കിട്ടി. അപ്പോൾ നമ്മുടെ ഫാക്ടറൈസേഷൻ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? ഇവിടെ എക്സിന്റെ ടൈമിലല്ലേ, അപ്പോൾ x - 2 × x - 3. കണ്ടോ, ഇവിടെ മൈനസ്. ഇപ്പൊ -2 ആണെങ്കിൽ നമ്മൾ ഇതിനെ എങ്ങനെ എഴുതും? x + 2 എന്ന് എഴുതണം. കാരണം x - 2 എന്നാണ് വരിക. ഇപ്പോൾ x = 3 ആണെങ്കിൽ x - 3 എന്ന് എഴുതാം, കാരണം ഇവിടെ മൈനസ് ഇല്ല. ഇപ്പൊ x = -3 എന്നാണെങ്കിൽ -3 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു x + 3. ഇങ്ങനെയാണ് ഫാക്ടറൈസേഷൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ x - 2 × x - 3 ഇതാണ് എന്തിന്റെ ഫാക്ടറൈസേഷൻ? x² + 5x + 6ന്റെ ഫാക്ടറൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഈ മെത്തേഡ്സ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല പെട്ടെന്ന് ആൻസർ കിട്ടും ഈ മെത്തേഡ് യൂസ് ചെയ്താൽ. ഓക്കെ, അപ്പൊ നമുക്ക് വേറൊരു പ്രോബ്ലം കൂടി ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, വേറൊരു പ്രോബ്ലം. x² - 7x + 10. x² - 7x + 10. ഇത് നമുക്ക് ചെയ്താലോ? ഇത് ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് ആദ്യം അറിയാവുന്ന x² + x × a + b + ab അല്ലേ. അപ്പൊ ഇവിടെ നോക്കിക്കേ, -7 ആട്ടോ. നിങ്ങൾ നോക്കണം ഏത് സൈൻ എന്ന് നോക്കണം. അപ്പൊ -7 കിട്ടണം a + b ചെയ്യുമ്പോൾ. ഇവിടെ എന്താ? 10 ആണ്. 10 കിട്ടണം a b ചെയ്യുമ്പോൾ. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, -7 കിട്ടണമെങ്കിൽ ഒന്നെങ്കിൽ എന്താണ്? 5 അല്ലെങ്കിൽ -2 + 7 ചെയ്താൽ എത്ര കിട്ടും? -2 + 5 ചെയ്താൽ എത്ര കിട്ടും? 3 കിട്ടത്തുള്ളൂ അല്ലേ. അപ്പൊ നമുക്ക് 2 + 5 ചെയ്താൽ എത്ര കിട്ടും? നമുക്ക് 7 കിട്ടും. അങ്ങനെയാണെങ്കിൽ -2 - 5 ചെയ്താൽ എത്ര കിട്ടും? -7 കിട്ടും അല്ലേ. -2 - 7 ചെയ്താൽ എത്ര കിട്ടും? -2 - 5 -7 കിട്ടും അല്ലേ. അപ്പൊ നമുക്ക് -2ഉം -5ഉം ആയിട്ട് കൊടുക്കാം. -2ഉം -5ഉം ആയിട്ട് കൊടുക്കാം. ഇനി ആ -2ഉം -5ഉം ചെയ്താൽ 10 കിട്ടുമെന്ന് നോക്കിയാലോ. മനസ്സും കട്ടായി. 5 × 2 എന്ന് പറഞ്ഞാൽ എന്തായി? 10 കിട്ടി. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് -7 കിട്ടി, ഇവിടെ നമുക്ക് 10 കിട്ടി. ഏതൊക്കെ വാല്യൂസ് ചെയ്തപ്പം? -2ഉം -5ഉം ചെയ്തപ്പം അല്ലേ. അപ്പൊ നമുക്ക് x - -2. അടുത്തത് എന്താണ്? x - -5 അല്ലേ. ഇത് ചെയ്യുമ്പോഴോ x + 2 × x + 5. ആൻസർ കിട്ടിയില്ലേ? നിങ്ങൾ നോക്കിക്കേ, x² - 7x + 10 = x² + x × a + b + ab. അപ്പോൾ a + b എന്ന് പറഞ്ഞാൽ നമുക്ക് -7 ആണ്, ab എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പൊ ഏതോ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -7 കിട്ടും. ഏത് രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടും? ആ രണ്ട് നമ്പേഴ്സ് ആണ് നമ്മുടെ -2 -5 എന്ന് പറയുന്നത്. സോ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ x - -2 x - -5 that is x + 2 × x + 5 നമുക്ക് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക്
എന്ത് ചെയ്യേണ്ടത്, ഫാക്ടറൈസേഷൻ്റെ ഫസ്റ്റ് മെത്തേഡ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും വരെയുള്ള കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് പോളിനോമിയൽസ് എന്ന് കണ്ടു, അതിൻ്റെ കുറച്ച് ബേസിക് ടേംസും ഒക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പഠിച്ച എന്തായിരുന്നു, നമുക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ, പോളിനോമിയൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് നമ്മളിന്ന് പഠിച്ചത് അല്ലേ. രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനും പഠിച്ചു, അതുപോലെ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുള്ള മൾട്ടിപ്ലിക്കേഷനും പഠിച്ചു അല്ലേ. പിന്നെ എന്താണ്, പിന്നെ നമ്മൾ പഠിച്ച ഫാക്ടറൈസേഷൻ മെത്തേഡ് ഫസ്റ്റ് ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് ഏതോ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മാണെന്നും നമ്മുടെ കോൺസ്റ്റന്റ് ടൈം എന്ന് പറയുന്നത് ഏത് രണ്ട് നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഫാക്ടറൈസേഷൻ ചെയ്തു അല്ലെ, നമ്മൾ ഫാക്ടേഴ്സ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയാണ് പഠിക്കാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്യണം, ലൈക്കും ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം. ഓക്കെ അല്ലേ. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.